പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള പൂജപ്പുര എന്ന സ്ഥലത്തെ ചിത്രാനന്ദമയി സിദ്ധി ആശ്രമത്തിലാണ്. കഠിനമായ ആത്മീയ വഴിയിലൂടെ അമ്മയെ തേടിയെത്തുന്നവർക്ക് മേൽ അനുഗ്രഹം ചൊരിയുന്ന യോഗിനി എന്ന് വിശേഷിപ്പിക്കാനാവുന്ന ഒരു ആത്മീയ സ്രോതസ്സാണ് ചിത്രാനന്ദമയി അമ്മ. നിരന്തരമായി നേടിയെടുത്ത തപോബലത്താൽ 3 വരങ്ങൾ നേടിയെടുത്ത അമ്മയെ ഭക്തർ വിളിക്കുന്നത് ചിത്രാനന്ദമയി ദേവി എന്നാണ്. അപൂർവമായ സിദ്ധി വരബലം നേടിയിട്ടുള്ള അമ്മയുടെ സാമീപ്യം ഒന്നുകൊണ്ട് മാത്രം രോഗമുക്തി നേടിയിട്ടുള്ളവരുടെ എണ്ണം നിരവധിയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി തകർച്ച നേരിട്ട് മറ്റാരും ആശ്രയമില്ലാതെ ഒടുവിൽ അമ്മയുടെ മുന്നിലെത്തി ജീവിതം തിരികെ പിടിച്ചവരുടെ എണ്ണം ഒട്ടനവധിയുണ്ട്. അമ്മ നേടിയിട്ടുള്ള 3 വരങ്ങളിലൊന്ന് ഹീലിംഗ് പവറാണ്. കഠിനമായ രോഗാവസ്ഥയിൽ എത്തുന്നവർക്ക് പോലും സിദ്ധിബലത്തിന്റെ ശക്തിയാൽ അമ്മ ആശ്വാസമേകുന്നു. രോഗാവസ്ഥയിലുള്ള ഒരാളുടെ നെറുകയിൽ അമ്മ അർപ്പിക്കുന്ന ഓരോ കരസ്പർശനം മാത്രം മതി. ആത്മവിശ്വാസവും ശക്തിയും വല്ലാതെ വർദ്ധിച്ചു രോഗാവസ്ഥയെ മറികടക്കാൻ കഴിയുന്നു. അമ്മയുടെ സിദ്ധിബലം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അമ്മ നേടിയിട്ടുള്ള മറ്റൊരു വരമാണ് സിദ്ധി ജ്യോതിഷമാണ്. അതിലൂടെ ഒരാളുടെ ഭാവി കാലത്തെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും അമ്മയെ തേടിയെത്തുന്നവരോട് പറയാൻ കഴിയുന്നു. ഉപാസനയിലൂടെയാണ് സിദ്ധി ജ്യോതിഷം ലഭിക്കുന്നത്. ആ സിദ്ധി ജ്യോതിഷത്തിലൂടെയാണ് അമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിർദ്ദേശിക്കുന്നത്. മൂന്നാമതായി അമ്മ നേടിയെടുത്തിട്ടുള്ള മഹത്തായ വരമാണ് ശത്രു ദോഷ നിവാരണത്തെയാണ്. തികച്ചും സാത്വികമായ പൂജകൾ മാത്രമാണ് ചെയ്യുന്നത്. ബലങ്ങൾ പുഷ്പങ്ങളും അർപ്പിച്ച് കണ്ണീരുമായി അമ്മയെ തേടിയെത്തുന്നവർക്ക് വേണ്ടി അമ്മ മൂർത്തികളോട് യാചിക്കുന്നു. അവർ അത് കേൾക്കുന്നു, അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നു. ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ്. അമ്മയെ തേടിയെത്തുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്നും സന്തുഷ്ടരായി മടങ്ങിപ്പോകുന്നു. അവർ അമ്മയെ ഈശ്വരതുല്യരായി കാണുകയും ചെയ്യുന്നു.